മിസ്റ്റർ മാണിക്കുഞ്ഞെ, ഗാഥ ശ്രീനിവാസ് ആണ്. എന്താ മാഡം? ഞാൻ ഇപ്പൊ കളരിക്കലുണ്ട്. മാണിക്കുഞ്ഞിനെ ഇവിടെ കണ്ടില്ല. കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞു കാണുമല്ലോ. മാഡം എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ? എങ്കിൽ വേണ്ട മാഡം, കേട്ട് ഞാൻ മടുത്തു. ഞാൻ ഫോൺ വെക്കുവാ. ഏയ് ഫോൺ വെക്കില്ലേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പെട്ടെന്നുള്ള ഷോക്കില് നവീൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. മാണിക്കുഞ്ഞ് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ നവീന് യാതൊരു സംശയവുമില്ല. എനിക്ക് തീരെയില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എല്ലാവരുടെ മുന്നിൽ കളനായില്ലേ? അയ്യോ മാണിക്കുഞ്ഞ് അത് വിട്. തന്നെക്കാള് സങ്കടത്തിലാ തന്റെ സാർ ഇവിടെ ഇരിക്കുന്നെ. ഞാൻ വെറുതെ അടുത്തിരുന്നിട്ട് പോലും നേരെ ചോദിന്ന് സംസാരിക്കുന്ന പോലുമില്ല. നവീനെ നമുക്ക് പഴയ കണ്ടീഷനിലോട്ട് മാറ്റണ്ടേ? അതുണ്ടാവണമെങ്കിൽ മാണിക്കുഞ്ഞ് നവീന്റെ അടുത്ത് എത്തണം. മാഡം, ഞാൻ എങ്ങനെയാ സാറിന് മനസ്സിൽ കൊണ്ടു നടന്നതെന്ന് മാഡത്തിന് അറിയില്ല. എന്റെ സന്തോഷവും സങ്കടമൊക്കെ സാറിന്റെ കൂടെ നടക്കുമ്പോഴായിരുന്നു. സാറ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ജയിക്കുമ്പോ ഞാൻ എന്റെ നെഞ്ചിങ്ങനെ ഉയർത്തിപ്പിടിക്കും. എനിക്ക് ഞാൻ ജയിച്ച പോലെയാ. എന്താ? അതെ, ഞങ്ങള് കളരിക്കെന്ന് വരിക. നിർമ്മല മേഡം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആഭരണങ്ങളില്ലേ, അത് തിരിച്ചു തരാൻ പറഞ്ഞു. കുറച്ചു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചില്ലേ? ആ ആഭരണങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞേ. എന്റെ അടുത്ത് ആരും ആഭരണമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഏത് വകയിലാണ് നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്? എടോ, അഭ്യാസം ഇറക്കല്ലേ. താനും ആ പെണ്ണുമ്പിള്ളയും കൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് കേൾക്കണോ? മര്യാദയ്ക്ക് ആഭരണം എടുത്തു കൊടുക്ക്. നിങ്ങൾ കടയിൽ നിന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ വിളിക്കും. എന്തോ പിള്ളേരെ വിളിക്കുമെന്നോ? നീ ചിലപ്പോ നിന്റെ ആളുകളെ വിളിച്ചു വരുത്തുമായിരിക്കും. പക്ഷേ എന്റെ കൂടെ നടക്കുന്നവരെ ഞാൻ വിളിച്ചു വരുത്തിയാലേ അവർ ഈ ജൂവലറി എടുത്ത് തലകിടായി വെക്കും, അറിയണോ? ഗോപാലമ്മ, ഞാൻ പോലീസിനെ വിളിക്കാം. ഇയാളും നിർമ്മലയും കൂടെ സംസാരിക്കുന്നത് നമ്മൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പോലീസ് വരട്ടെ, എന്നാ പിന്നെ സ്വർണം തിരിച്ചു കിട്ടും. ഇയാൾക്ക് കുറച്ചു കാലം അകത്ത് കിടക്കുകയും ചെയ്യാം. പോലീസിനൊന്നും വിളിക്കണ്ട, എനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. ഇല്ല എന്നാ? അവര് സ്വർണം മിനുക്കാനാന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞാൽ അവര് തിരിച്ചു കൊണ്ടുപോയിക്കോളാന്നും പറഞ്ഞു. ആ അങ്ങനെയൊന്നും അല്ലല്ലോ. ആരന്വേഷിച്ചു വന്നാലും കൊടുക്കാൻ പാടില്ല. അന്വേഷിച്ചു വരുന്നവരെ വഴി തിരിച്ചു വിടണമെന്നും പറഞ്ഞില്ലേ? ആ അങ്ങനെ പറഞ്ഞിരുന്നു. ദേ, കളരിക്കലെ പരമ്പരാഗതമായ ആഭരണങ്ങളാ. അത് തന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്താലേ എത്ര കൊല്ലം അകത്ത് കിടക്കണമെന്നാ താൻ കരുതിയിരിക്കുന്നെ? അയ്യോ എന്റെ പൊന്നുമോളെ, പിന്നെ അവൻ പുറത്തിറങ്ങില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പുറത്തറിയിക്കരുത്. ശരി, ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതും ബാക്കി കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചതും ഈ വീഡിയോയിലൊന്ന് പറഞ്ഞാ മതി. അതൊക്കെ വേണോ? അയ്യോ, ഇതാരെയും കാണിക്കാനൊന്നുമല്ല. നാളെ താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ഇതാരെങ്കിലും കാണും. എന്താടോ പറയാൻ വിഷമമുണ്ടോ? അതോ കളവ് മോലെടുത്ത് ഈ തെരുവിലൂടെ തനിക്ക് നടന്നു പോണോ? അയ്യോ വേണ്ട. എന്നാ പറയ്. ഇനി പറഞ്ഞോ. മതി 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 തന്നെ തന്നെ.
അവര് കൊണ്ടുവന്നത് മുഴുവനും ഉണ്ടല്ലോ. ഓ, ഉണ്ട്. അല്ല, അവര് വന്ന് ആഭരണം ചോദിക്കുമ്പോ കളരിക്കൽ നവീൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണോ ഇത്? വേറെ ആരും ചോദിക്കാൻ വരില്ല. ഓ അതായിരുന്നോ? എങ്കിൽ കുഴപ്പമില്ല. ആ ആ അതെ, നിർമ്മല ഇതേപോലെ ഇനി ആഭരണങ്ങൾ കൊണ്ടുവന്നാ താൻ വാങ്ങിച്ചു വെക്കോ? ഏയ്, അവരെന്നല്ല ആര് കൊണ്ടുവന്നാലും ഞാൻ വാങ്ങിക്കില്ല. എന്നാ ഞങ്ങള് പോട്ടെ. അവള് കൊള്ളാലോ മോളെ, ആ നിർമ്മല. മോള് പെട്ടെന്ന് കൊണ്ടുപോയി ഇതെല്ലാരെയും കാണിച്ചു കൊടുക്ക്. അതിനു മുന്നേ എനിക്ക് നവീൻ സാറിന്റെ കൂട്ടത്തില് വേറൊരിടം വരെ പോവാനുണ്ട്. എവിടെയാ? ഇതിന്റെ പേരില് അപമാനവും സങ്കടവും അനുഭവിച്ച ഒരാൾ അവിടെയുണ്ട്, മാണിക്കുഞ്ഞ്. അയാളെയും കൂട്ടി വന്നിട്ടേ ഇതെല്ലാവരെയും കാണിക്കാൻ പറ്റൂ. എന്നാ മോളെ വിട്ടോ. ഗോപാലമ്മ, വലിയ ഉപകാരം. നീ പോവച്ച എവിടെന്ന്? എന്തിനാ നന്ദി പറയുന്നത്? ആരോടാ നന്ദി പറയുന്നത്? നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഗോപാലമാമൻ ചങ്കും കരളും കൊടുത്ത് കൂടെ നിൽക്കില്ലേ? ഇതൂടെ ചെയ്യുന്നോടെ മോള് കളരിക്കൽ കുടുംബക്കാരുടെ മുന്നിൽ സ്റ്റാറാ. ഗോപാലമാമന്റെ കണക്കൂട്ടലൊക്കെ നടക്കും. ഗോപാലമാമന്റെ എന്ത് കണക്കുകൂട്ടല്? ഒന്നുമില്ല, മോള് വെക്കോ. ആ ആ പോട്ടെ. ആ